എല്ലാവർക്കും നമസ്കാരം. വിശന്നിരിക്കുന്നു പോലെ ചില ചക്കരകളൊക്കെ ഇങ്ങനെ ബോറടിച്ച് എവിടേക്കോ ഫോണൊക്കെ നോക്കുന്ന കണ്ടു. നമുക്ക് കാര്യത്തിലേക്ക് വേഗം കടക്കാം, അതാണ് നല്ലത് അല്ലേ? ജെയ്ക്സ് പറഞ്ഞ പോലെ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും കുറേ റിസോഴ്സുകളുണ്ട്. എവിടെ നോക്കിയാലും യൂട്യൂബ് ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പഠിക്കാം അല്ലേ? അപ്പോൾ ഞാൻ പറയുക, ലേൺ ഫാമിംഗ് ഫ്രം എ ഫാമർ. അല്ലാണ്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഫാമിങ്ങിനെ പറ്റി സംസാരിക്കുന്ന ആളുടെ അടുത്ത് നല്ല കൃഷി പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നെവർ ടേക്ക് എ ഡേറ്റിംഗ് അഡ്വൈസ് ഫ്രം സംബഡി ഹു നെവർ ഹാഡ് എ ഗേൾ ഫ്രണ്ട്. മനസ്സിലായോ? ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതായത് ഫെമു ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഓൾമോസ്റ്റ് ഓൾ കമ്പോസേഴ്സ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. സിനിമ സംഗീതമാണ് ഏറ്റവും മഹത്തരമായ സംഗീതം എന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല. ബട്ട് ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഈസ് ഓൾസോ ഈക്വലി, അല്ലെങ്കിൽ അറ്റ് പാർ ആൻഡ് ഈവൻ ഇൻ എ ഡിഫറെൻറ്റ് ലെവൽ. പക്ഷേ ഫിലിം കമ്പോസേഴ്സ് വന്നൊരു വഴിയുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഒരു ഒത്തിരി എന്താ പറയുക, സിറ്റുവേഷൻസിലൂടെയാണ് ഒരു സിനിമ ഉണ്ടായി വരിക, സംഗീതം ഉണ്ടായി വരിക. ഒത്തിരി സ്ട്രെസ് ലെവൽസ് മാനേജ് ചെയ്ത്, ഒത്തിരി ആളുകളോട് ആൻസർ ചെയ്ത്, പല പല ബ്രീഫുകൾ കേട്ട് മനസ്സിലാക്കിയൊക്കെയാണ് നമ്മൾ ഒരു പാട്ട് രൂപപ്പെടുത്തി വരിക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ലെവലാണ്, ദാറ്റ് ഈസ് വാട്ട് വി ആർ ബ്രിങ്ങിങ് ടു ദ ടേബിൾ ഇൻ ദിസ് കോഴ്സ്. ഇപ്പോൾ നമ്മുടെ ട്യൂട്ടർ ഉണ്ട്, നമ്മുടെ ഇൻസ്ട്രക്ടർ ഉണ്ട്, അതെല്ലാം ഉണ്ടെങ്കിൽ പോലും യു ആർ ഗോയിങ് ടു ബി മെൻറ്റേർഡ് ഇൻ എ സർട്ടൺ വേ ബൈ ഓൾ ഓഫ് എസ്. അത് ഏത് ക്ലാസ്സിലാണെങ്കിലും ആരുടെയെങ്കിലും ഒരു പ്രസൻസ്, ഏതെങ്കിലും നമ്മളുടെ ഫ്രീ ടൈം ഷെഡ്യൂൾസ് പോലെ വി വിൽ ബി ദെയർ, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതിൽ ഞാൻ പറയാൻ പോകുന്നൊരു നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെ പറയുന്ന പോലെ 6 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ 6 കാര്യങ്ങളാണ് മെയിൻലി പറയാനുള്ളത്. അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് എഴുതി നോക്കുകയായിരുന്നു. സ സ സ, അതായത് SASA. അതാണ് നമ്മുടെ ആദ്യത്തെ ഷഡ്ജം. അതായത് സ എന്ന് പറയുമ്പോൾ SA, സ്ട്രക്ചേർഡ് ആണ്. വൈ നോട്ട് യൂട്യൂബ് എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ട് അല്ലേ? നമുക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാം പഠിക്കാം. പക്ഷേ ദ തിങ് ഇസ്, യൂട്യൂബിലുള്ള ഇൻഫർമേഷൻ ഇസ് വെരി സ്കാറ്റേർഡ്. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു കണ്ടന്റ് നോക്കി ആ കണ്ടന്റിനോട് ബന്ധപ്പെട്ട കുറേ കണ്ടന്റ് വരും. പക്ഷേ ഇത് എവിടെ നിന്ന് തുടങ്ങും? ആദ്യം എന്ത് പഠിച്ചാലാണ് അടുത്തതിലേക്ക് എത്തുക? there is always a step by step process. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. വൈ ഫെമു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം, ഏതോ ഒരു സായിൻ്റെ അകത്തുണ്ടത്. അപ്പോൾ ആദ്യത്തെ സായിൽ S is structured approach, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ജെയ്ക്സ് പറഞ്ഞാൽ വെരി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഒരു കാര്യം എങ്ങനെ, ഒരു DAW ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യും, അതിലൂടെ എങ്ങനെ ഒന്നിന്ന് ഒരു 1 by 1, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയറിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ജെറി മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, അക്വിസിഷൻ ഓഫ് നോളജ്. അതാണ് അടുത്ത A. അതായത് നമ്മളെപ്പോഴും ഇപ്പോൾ തന്നെ ഐ നോ ഓൾ ഓഫ് ദിസ് പീപ്പിൾ, ജെന്റിൽമെൻ ദാറ്റ് ഐ നോ ഹിയർ, എല്ലാ ദിവസവും ഒരു പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ജെയ്ക്സ് ഈസ് ഡൂയിങ് ഓൾമോസ്റ്റ് ഒരു 98% സിനിമകളും പിടിച്ചടങ്കൽ വെച്ചിരിക്കുകയാണ് ജെയ്ക്സ്. പക്ഷേ ഈ ജെയ്ക്സ് പോലും he had to learn something from Deepak in some recording അല്ലേ? അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഉണ്ട്, ലേണിംഗ് പ്രോസസ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓരോ ദിവസവും പുതിയൊരു കാര്യം മനസ്സിലാക്കുക, പഠിക്കുക. അത് പഠിക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുക. ഞാനിങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട്, കഥകളി പഠിക്കണമെങ്കിൽ കലാമണ്ഡലത്തിൽ പഠിക്കണം എന്ന് പറയും. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, എന്നാലും ഇതിനൊരു ഈറ്റിലുണ്ട്. ഇത് പീപ്പിൾ ഹൂ മാറ്റേഴ്സ് ആർ ഇൻവോൾവ് വിത്ത് ഫെമു. അതാണ് ഞാൻ ഏറ്റവും വലിയൊരു ബ്യൂട്ടി ആയിട്ട് കാണുന്നത്. പിന്നെ അടുത്ത ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഒരു കോഴ്സ്? നമുക്ക് വീട്ടിൽ നമ്മുടെ സ്വസ്ഥതയിലിരുന്ന്, നമ്മുടെ റൂമിലിരുന്ന്, ലാപ്ടോപ്പിൽ യൂട്യൂബ് ഓൺ ചെയ്ത് ചാനൽസ്, ഏതെങ്കിലും പ്ലേലിസ്റ്റ് പഠിച്ച് ചെയ്തുകൂടെ? പക്ഷേ ദർ ഇസ് സംതിങ് കോൾഡ് സോഷ്യൽ എൻവയൺമെൻറ്റ് ആൻഡ് നെറ്റ്വർക്കിംഗ്. അതായത് നമ്മുടെ കൂടെ ഒരേ പേർപ്പസിന് വേണ്ടി പഠിക്കുന്ന ഒരു 10-12 പേരുണ്ട് എന്ന് വിചാരിക്കുക. വി ആർ ഓൾ ഫോർ എ സർട്ടൺ ജേർണി. ഒരുമിച്ചൊരു ക്ലാസ്സിൽ ഒരുമിച്ച് കാര്യം മനസ്സിലാക്കുന്നു. അടുത്ത ക്ലാസ് വരുമ്പോൾ അതിനൊരു അസൈൻമെൻറ്റ് ഉണ്ടാകുന്നു. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീഡ്ബാക്ക് ഉണ്ടാകുന്നു.
ഈ ഒരു പ്രോസസ്സ് ഒരിക്കലും നമുക്കൊരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ കംഫോർട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അത് നമ്മുടെ ഉത്തരവാദിത്വം പോലെ റെസ്പോൺസിബിലിറ്റീനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പഠനമൊക്കെ അടുത്ത ഏതെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് മാറും. ഇറ്റ് ഈസ് വെരി ഡൈനമിക്. നമ്മൾ ഒരു ചാനലിൽ പോലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റില്ലേ? മാറ്റുമോ? കന്നഡ ഇല്ലേ? അപ്പോൾ അപ്പോൾ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ വളരെ ചെറുതാണ്. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന ഒരു എലിമെൻ്റ് ആയാലും അടുത്ത പാട്ടിലേക്ക് പോയി. ചിലപ്പോൾ രണ്ടാമത്തെ BG-യിലായിരിക്കും പുള്ളി വേൾഡ് ക്ലാസ് മ്യൂസിക് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതൊന്നും ആരും കേൾക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ പഠിക്കുന്ന ഒരു ഇതാണെങ്കിൽ പോലും നമുക്ക് അത് എത്ര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മളത് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുള്ളൂ. പക്ഷേ വൺസ് വി ഹാവ് പുട്ട് ഇൻ സം മണി, നമ്മുടെ ഹാർഡ് ഏൺ മണി എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തു നമ്മൾ, ആൻഡ് വി ആർ ജോയിനിങ് എ കോഴ്സ് ആൻഡ് വി ആർ സ്റ്റഡിങ് വിത്ത് എ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ആർ ഗോയിങ് ഫോർ ദ സെയിം ഡ്രീം, അവിടെ ദർ ഇസ് എ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി. നമ്മളത് മറ്റുള്ളവർ കാണും എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മൾ ഒരു ഓർഡർ ഓഫ് ഡൂയിങ് തിങ്സ്, അതാണ് അവിടെ ഉണ്ടാകും. പിന്നെയുള്ളത് ഈ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഓൾസോ ഈസ് പാർട്ട് ഓഫ് ദ സാ. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു അനൗൺസ്മെന്റ് നടത്തും നിങ്ങളോട്, ഐ എം ഗോയിങ് ടു ഡു സംതിങ് നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും പേരോട് ഞാൻ ആൻസറബിളാണ്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലുള്ള AC റൂമിലിരുന്ന് ഞാൻ സ്വയം തീരുമാനിക്കാം അടുത്ത ആഴ്ച ഞാനൊരു സാധനം ചെയ്യും. അടുത്ത ആഴ്ച പറയും അടുത്ത ആഴ്ച ആട്ടെ ഇല്ലേ? നമ്മൾ ആരോടെങ്കിലും നമ്മൾ ഉത്തരം പറയേണ്ടി. വി ഹാവ് ടു ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അവിടെയാണ് നമ്മളുടെ പഠനം മുന്നോട്ട് നീങ്ങുള്ളൂ. അതാണ് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഒരു സായം കൂടെ ഉണ്ട്, അതായത് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇഫ് ഐ എം കമ്പോസിങ് എ സോങ്, എനിക്ക് ഇൻസ്പിറേഷൻ വരട്ടെ എന്ന് പറഞ്ഞായിരിക്കുകയാണെങ്കിൽ ഇൻസ്പിറേഷൻ എന്തെങ്കിലും അടുത്ത മാർച്ചിലായിരിക്കും വരാൻ പോവുക. അതുവരെ ഞാൻ വെറുതെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന വെരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ട്. ജെയ്ക്സിന് അറിയാം, ദീപക് എല്ലാവർക്കും അറിയാം. നമുക്ക് വി ഹാവ് ടു ഡെലിവർ. ഇത്ര ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ റിലീസ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും. അവിടെ ഇൻസ്പിറേഷൻ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. യു നീഡ് ടു ഹാവ് എ പ്രോസസ്. അതായത് ഞാൻ കമ്പ്യൂട്ടറിൽ വന്ന് ഞാൻ എന്ത് തുടങ്ങിയാലാണ് എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതല്ലാതെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. ഒരു കാര്യം എങ്ങനെ ചെയ്യാം, ഇങ്ങനെ തന്നെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാം. ഒരു DAW തുടങ്ങി എനിക്ക് റെക്കോർഡ് ചെയ്യണം, ഞാൻ അതിന് മെനു ഇരുന്ന് തപ്പി എനിക്ക് ശരിയാവും. ബട്ട് ഐ ഷുഡ് നോ വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ എൻ ഓർഡർ. അപ്പോൾ നമ്മുടെ ആ പ്രോസസ്സ് ക്ലിയർ ആക്കുക, അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതുപോലെ വൺ മോർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദിസ് തിങ് ഇസ് ആക്സസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ തുടരുമിലെ പാട്ട് ആർക്കെങ്കിലും ഒരു 2 പേര് പാടാമോ? ഇവിടെ പാടാൻ പറ്റുമോ? സിംഗേഴ്സ് ആരെങ്കിലും ഉണ്ടോ? പാടും. 2 പേര്, ഒരാൾ കൈ കാണിച്ചു. ഓക്കെ, കേക്കട്ടെ. കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. ഒരാളോട് പറഞ്ഞായിരുന്നു, ഒരാൾ തരളിതനായി കൈ ഓക്കെ കൊടുക്കുക മൈക്കോട്ട്. എമ്പുരാനെ പാട്ടറിയോ? ആ ടോൺ കേട്ടോ. അല്ല, തുടരുമ്പോൾ കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. പുഞ്ചിരിക്കാറ്റെ പുന്നാരക്കാറ്റെ. ചക്കരെ, നീ ലിറിക്സ് അറിയാനുള്ള? ഓക്കെ, വെരി ഗുഡ്. ഇതാണ് ഞാൻ പറഞ്ഞ ആക്സസ്.
ഇതിന്റെ കമ്പോസർ മുമ്പിൽ ഇരുന്ന് ഇത് പാടാനുള്ള ഒരു ധൈര്യം പോലുണ്ടായി. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡെമോ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേൾക്കില്ല, റെസ്പോണ്ട് പോലും ചെയ്യില്ല, അല്ലേ? ബട്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് ബ്യൂട്ടി ഓഫ് ദിസ് പ്രോഗ്രാം എന്ന് ഞാൻ പറയും. ദാറ്റ് യു ഹാവ് ആക്സസ് ടു പീപ്പിൾ ഹു ആർ മേജർലി വർക്കിംഗ് ഇൻ ദി ഇൻഡസ്ട്രി. നമുക്ക് ഏത് രീതിയിലും, ഇപ്പം ജെയ്ക്സ് പറഞ്ഞു, നമുക്ക് അതിനിടയിൽ ചിലപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു ടെക്നീഷ്യൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ, ഒരു ബഡ്ഡിങ് പ്രോഗ്രാമർ ഇസ് വെരി ടാലന്റഡ് ഉണ്ടാവാം. അതൊരിക്കലും നമ്മൾ എവിടെയോ ഇരുന്ന് യൂട്യൂബ് ചാനൽ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അതിന് ആ ഒരു ആക്സസ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ദിസ് ഈസ് ദ ബിഗസ്റ്റ് ടേക്ക് അവേ എന്ന് ഞാൻ നിസ്സംശയം പറയും. ദ ആക്സസ് ടു ദ പീപ്പിൾ ഹു ആർ ഇൻസൈഡ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ടു ദ പോയിന്റ്, ഇതാണ് നമ്മളുടെ മെയിൻ ഒരു ലക്ഷ്യം. നല്ല ഈ മ്യൂസിക് ഇൻഡസ്ട്രിയുള്ള, മ്യൂസിക് പ്രൊഡക്ഷനിലോട്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മ്യൂസിക് ടെക്നോളജി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം കൊടുക്കുകയും അതിലൂടെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒപ്പം ഏതെങ്കിലുമൊക്കെ ലെവലിൽ സഹകരിക്കാനുള്ള ഒരു സ്പേസ്, ഒരു ആക്സസ്, ഒരു ഓപ്പർച്യൂണിറ്റി അതിലൂടെ ഉണ്ടായി വരട്ടെ എന്നും ആഗ്രഹിക്കാം. താങ്ക് യു സോ മച്ച്.